ദുൽഖറും വിക്രമും അഭിനയിക്കുന്ന സിനിമയിൽ അവസരം എന്ന പേരിൽ തിരുവനന്തപുരത്ത് ഓഡിഷൻ തട്ടിപ്പ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന ഓഡിഷനിൽ 200 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസായി ഈടാക്കിയത്. ഗോകുൽനാഥ് ഉണ്ട് വിവരങ്ങളുമായി. ഗോകുൽ, സിനിമാ മോഹം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. ആ ആഗ്രഹമാണ് ചൂഷണം ചെയ്യപ്പെട്ടത്. ഇത് എങ്ങനെയായിരുന്നു ഈ ഒരു തട്ടിപ്പ് പുറത്തായത്? സന്ധ്യ, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് സംഘം പ്രസ് ക്ലബ്ബ് കേന്ദ്രീകരിച്ച് ഓഡിഷൻ നടത്തുന്നതായിട്ടും അവർ 200 രൂപ വീതം ഓരോ വ്യക്തികളിൽ നിന്ന് പിരിക്കുന്നതായിട്ട് നമുക്ക് അറിവ് ലഭിക്കുന്നത്. അതേ തുടർന്ന് നമ്മൾ ആ വാർത്ത അന്വേഷിക്കാൻ വേണ്ടി അവിടെ പോവുകയും നിലവിൽ 40-ലധികം പേരായിരുന്നു ആ ഹാളിൽ ഉണ്ടായിരുന്നത്. അവിടെ വെച്ച് പണപ്പിരിവടക്കം നമുക്ക് ദൃശ്യങ്ങളടക്കം കിട്ടിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ ഒപ്പം വന്നിട്ടുള്ള കുട്ടികളുടെ അടക്കം അവരുടെ പ്രതികരണങ്ങൾ കൂടെ നമുക്കൊരു പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ഒന്ന് കേട്ടുവരാം. ഞാൻ ഈ സിനിമാ മേഖലയിൽ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ അങ്ങനത്തെ കുറേ ആൾക്കാരോട് ഞാൻ കുറേ ആയി ശ്രമിക്കുന്നത്. അപ്പോൾ കുറച്ച് കോണ്ടാക്ട്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒരാളെ വേണം ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ നിലവിൽ 200 രൂപയല്ലേ വാങ്ങിയിട്ടുള്ളത്? 200 അഭിനയിക്കുമ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് വേണ്ട എന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു ലൈഫിലെ ഒരു ലക്ഷ്യമല്ലേ ഈ അഭിനയം എന്ന് പറയുന്നത്. ഗൂഗിൾ തുടർന്നോളൂ. ഗൂഗിൾ, പ്രസ് ക്ലബിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രസ്താവന വന്നിട്ടുണ്ടോ? പ്രസ് ക്ലബിന്റെ ഭാഗത്തു നിന്ന് പറയുന്നത് ഇത്തരത്തിൽ നിലവിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ റെക്കമെൻഡേഷന്റെ പുറത്താണ് ഇത്തരത്തിൽ ഓഡിഷന് വേണ്ടി ഹോൾ തുറന്നു കൊടുത്തത്. എന്നാൽ ഇവർ പണപ്പിരിവടക്കം നടത്തുന്നതായിട്ട് നിലവിൽ ഈ റെക്കമെൻഡ് ചെയ്ത സംവിധായകൻ അടക്കമുള്ളവർ വിളിച്ചു പറയുകയും അതേ തുടർന്ന് ഇത് നിർത്തിവെക്കണമെന്ന് അടക്കമുള്ളവ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇവരെ നിലവിൽ പ്രസ് ക്ലബിന്റെ അധികാരികൾ മുകളിലേക്ക് ക്ഷണിക്കുകയും അവരുമായി സംസാരം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതേ തുടർന്ന് നിലവിൽ അവരുടെ ID കാർഡ് അടക്കം എന്തായാലും അഫ്സൽ എന്ന് പറയുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഓഡിഷൻ നടത്തുന്നുള്ള തുടങ്ങിയ വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ അയാളുടെ ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ പ്രസ് ക്ലബ്ബ് കളക്ട് ചെയ്തിട്ടുണ്ട്. പ്രസ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ജെനുവിനായ ഒരു കേസാണെങ്കിൽ അവിടെ ഹോൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രസ് ക്ലബിന്റെ ധർമ്മം. അത് പ്രസ് ക്ലബ്ബ് നിറവേറ്റി. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു റെക്കമെൻഡേഷന്റെ പുറത്താണ്. സിനിമാ മേഖലയിൽ നിന്ന് വന്ന റെക്കമെൻഡേഷൻ ആയതുകൊണ്ട് തന്നെ അധികം കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ സംശയങ്ങളൊന്നും അതിലുണ്ടായില്ല. അപ്പം പണപ്പിരിവടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ പ്രസ് ക്ലബ്ബ് തന്നെ അറിയുന്നത്. അപ്പോൾ ഒരാളിൽ നിന്ന് 200 രൂപ വീതം 40-50 പേരാണ് അവിടെ വന്നത്. മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ വിരളിപ്പുകൊണ്ട് ഓടി ഒളിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. ഒരു സംഘം ആളുകൾ കാറിൽ കടക്കുന്നതായിട്ടും മറ്റൊരു സംഘം പണവുമായിട്ട് ഓട്ടോയിലാണ് പോയത്. ആ ദൃശ്യങ്ങളൊന്നും പകർത്താൻ സാധിച്ചില്ല. പക്ഷേ പ്രതികരണങ്ങളുണ്ട്. ഒപ്പം പണം വാങ്ങുന്നതിൻ്റെയും പണമില്ലെങ്കിൽ ഗൂഗിൾ പേ അടക്കമുള്ളവ ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ നിലവിൽ ഈ സംഘം പലയിടത്തായിട്ട് പണപ്പിരിവ് നടത്തിയിരിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ നിലവിലുണ്ട്. എന്തായാലും കൂടുതൽ മാധ്യമപ്രവർത്തകർ എത്തിയപ്പോഴാണ് ഇവർക്ക് സംശയം തോന്നി. ആ ഓഡിഷൻ 4 മണിക്ക് തുടങ്ങിയ ഓഡിഷൻ 4:15 ആയപ്പോൾ നിർത്തിവെക്കുക, പിന്നീട് വീണ്ടും പ്രശ്നമില്ല എന്ന് കാണുമ്പോൾ വീണ്ടും തുടങ്ങുക, വീണ്ടും ആൾ കൂടുന്നതിനനുസരിച്ച് ഓഡിഷൻ നിർത്തിവെക്കുക. എന്തായാലും മാധ്യമം ഇളയറ്റി എടുത്തു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കടക്കുകയാണ് ചെയ്തത്. എന്തായാലും നിലവിൽ ഒരുപാട് പേര് ഈ ഓഡിഷന് പങ്കെടുക്കാൻ എത്തിയിരുന്നു. നിങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സംഘത്തിൽ എത്രത്തോളം പേരുണ്ടായിരുന്നു? നിലവിൽ സംഘത്തിൽ എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. കാരണം കാഴ്ച ദൃഷ്ടിയിൽ എന്തായാലും നമ്മുടെ സ്റ്റേജിൽ ഓഡിഷൻ നടക്കുന്ന വേദിയിൽ 5ഓളം പേരും പണപ്പിരിവിനായി 2 പേരുമാണ് ഇരുന്നിരുന്നത്. ഞാൻ നോക്കുമ്പോൾ എന്തായാലും കുട്ടികളുടെ അമ്മമാരടക്കമുള്ളവർ കുട്ടികളെ കൊണ്ട് ഓഡിഷന് വരുന്നുണ്ട്. അവരൊക്കെ തന്നെ 200 രൂപയും പണവും ഒക്കെ ആയിട്ട് 2-3 കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന ആളുകളുണ്ട്. ഒപ്പം നമുക്ക് ഈ പ്രതികരണം തന്ന ആളൊരു ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്. കാസർഗോഡ് ഇവിടെ വരെ അദ്ദേഹം സിനിമാ മോഹമായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ 200-ലധികം രൂപ ഈടാക്കിയതായിട്ടാണ് 200 രൂപ ഈടാക്കിയതായിട്ടാണ് 200 രൂപ ഈടാക്കിയതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ പ്രദേശത്തു നിന്ന് അടക്കം വേറെയും ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ തന്നെ നിലവിൽ പണം ഈടാക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ എത്തുന്ന സമയത്ത് 40-ലധികം ആളുകൾ പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിനകത്തുണ്ടായിരുന്നു. ഓഡിഷനെ പറ്റി ഇവർ എവിടെ നിന്നാണ് കേട്ടറിഞ്ഞത്? അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചല്ലോ? അങ്ങനെ ആണെങ്കിൽ പ്രതികളിലേക്ക് എത്താൻ കൂടുതൽ എളുപ്പമായിരിക്കുമല്ലോ. പലരും വാട്സാപ്പ് വഴിയാണ് ഇത്തരത്തിൽ ഈ വിവരം അറിഞ്ഞിട്ടുള്ളത്. അതേ തുടർന്ന് തന്നെയാണ് പലരും വന്നിട്ടുള്ളത്. കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിൽ നിന്ന് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ തന്നെ അതിനൊരു വേരോട്ടമുണ്ട്. സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ വലിയ വേരോട്ടമുണ്ട്. അങ്ങനെയാണ് സിനിമാ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വാർത്തയെ തുടർന്നാണ്. അപ്പോൾ ഈ പലരും പറയുന്നുണ്ട് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. സിനിമാ ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലൊക്കെ അവിടെ നടക്കുന്ന ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മോഹമുള്ളവർ ഈ വേദിയിലേക്ക് വരികയും അവിടെ അവരുടെ മാറ്റുരയ്ക്കുകയുമാണ്. ഞാൻ ചെന്ന സമയത്ത് അവിടെ വേദിയിൽ 3-4 പേർ നിന്നിട്ട് സിനിമ അഭിനയിക്കുന്ന ചില രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവരിൽ നിന്നടക്കം പണം ഈടാക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പണപ്പിരിവ് എന്തായാലും നിലവിൽ നമ്മുടെ ഇന്ത്യൻ നിയമം അനുസരിച്ചത് തെറ്റ് തന്നെയാണ്.
പണം പിരിച്ചുകൊണ്ടുള്ള ഒരു ഓഡീഷൻ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബിന് റെക്കമെൻഡേഷൻ നൽകിയ സംവിധായകൻ അടക്കം ഇനി പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അവരാണ് നിലവിൽ പ്രസ് ക്ലബിനെ കൂടെ കുരുക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഒരു റെക്കമെൻഡേഷൻ നടത്തിയിട്ടുള്ളത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം എന്തായാലും വേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു സമൂഹം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്തരത്തിൽ ഒരു പണപ്പിരിവിൽ പോയിട്ട് എന്തായാലും അതെ ഗോകുൽ, ഇതൊരു തെറ്റാണെന്ന് പലർക്കും അറിയാത്തതും കൂടി ആയിരിക്കാം ഇതിനുള്ള ഒരു കാരണം. എന്തായാലും നമുക്ക് ഈ ഇരയാക്കപ്പെട്ടവരുടെ പ്രതികരണം ഒന്നുകൂടി കേട്ട് വരാം. ഞാൻ ഈ സിനിമാ മേഖലയിൽ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ അങ്ങനത്തെ കുറേ ആൾക്കാരോട് ഞാൻ കുറേ ആയി ശ്രമിക്കുന്നത്. അപ്പോൾ കുറച്ച് കോണ്ടാക്ട്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഇങ്ങനെ ഒരാളെ വേണം ഒന്ന് വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ നിലവിൽ 200 രൂപയല്ലേ വാങ്ങിയിട്ടുള്ളത്? 200 അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു രജിസ്ട്രേഷൻ ഫീസ് വേണ്ട എന്നാണ് എൻ്റെ ഒരു തീരുമാനം. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഒരു ലൈഫിലെ ഒരു ലക്ഷ്യമല്ലേ ഈ അഭിനയം എന്ന് പറയുന്നത്. ഗോകുലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ദുൽഖറും വിക്രമും അഭിനയിക്കുന്ന സിനിമയിൽ അവസരം നൽകാമെന്ന പേരിലാണ് ഈ ഒരു ഓഡിഷൻ നടത്തിയത്. പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിനിമാ മോഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. പക്ഷേ പണം പിരിച്ച് ഓഡിഷൻ നടത്തുന്നത് ഇന്ത്യൻ നിയമം അനുസരിച്ച് തെറ്റാണ്. അങ്ങനെ ഒരിടത്തും ഓഡിഷൻ നടക്കില്ല. അതുകൊണ്ട് അത് ദയവായി ശ്രദ്ധിക്കുക. ഗോകുലാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.